നമ്മുടെ സമ്മേളന നടപടികൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരംഭിച്ചതിൻ്റെ ഒരു രംഗം നമ്മൾ കാണേണ്ട ഒരു രംഗം തന്നെയാണ്. ഈ വേദിയിൽ നിന്ന് നമ്മൾ ഈ മൈതാനത്തേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത്ര മനോഹരമായ ഒരു ദൃശ്യം, അത്ര മനോഹരമായ ഒരു ആൾക്കൂട്ടം, അതോടൊപ്പം തന്നെ ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. നമുക്ക് ക്യാമറ ഒന്ന് അവിടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രേക്ഷകരിലേക്ക്, നമ്മുടെ സദസ്സിലേക്ക് ഈ ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായ ഒരു ദൃശ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ധാരാളം ആളുകൾ, അതിൻ്റെ പിറകിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ വേദിയിൽ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, ഈ അജ്ജോസ് പള്ളിയുടെ തൊട്ട് പിറകു വശത്തുള്ള ഈ പാർക്കിംഗ് മൈതാനിയിലാണ് നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നത്. എനിക്ക് ഈ വേദിയിൽ നിന്ന് സംസാരിക്കുന്ന ഏതൊരാളും അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആലിയ യൂണിവേഴ്സിറ്റിയുടെ കെട്ടിടമായിരിക്കും കാണാൻ സാധിക്കുക. ആലിയ യൂണിവേഴ്സിറ്റി ഈ സമ്മേളന നഗരിയെ നോക്കിക്കൊണ്ട് അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിൽക്കുന്നത് പോലെയുള്ള മനോഹരമായ ഒരു കാഴ്ച എവിടെയല്ലാതെ നമുക്ക് വേറെ എവിടെ കാണാൻ സാധിക്കും എന്നത് നമുക്ക് ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ എല്ലാ തരത്തിലുമുള്ള പ്രസംഗങ്ങളുമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞ് ബംഗാളിലെ വിവിധ നേതാക്കളൊക്കെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഇപ്പോൾ വേദിയിൽ ഇവർക്ക് എന്താണ് സംഘടന, എന്താണ് സംഘാടനം, എങ്ങനെയായിരിക്കണം സംഘാടനം സംഘടിപ്പിക്കേണ്ടത് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള ഒരു ചെറിയൊരു അഡ്വൈസാണ് അവർക്കിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ക്ലാസ് മോഡലിലുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ്, ഒരു പബ്ലിക് മോട്ടിവേഷൻ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവർക്കൊക്കെ ഇതൊരു പുതിയ അനുഭവമായിട്ട് തോന്നും. അവരൊരുപാട് മതപ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ എന്താണ് എഡ്യൂക്കേഷൻ, എന്താണ് SKSF, എന്താണ് സംഘടനാ പ്രവർത്തനം, എന്തായിരിക്കണം സംഘാടനം എന്നത് സംബന്ധിച്ചൊക്കെയുള്ള അറിയിപ്പ് കൊടുക്കുന്നത് വളരെ അപൂർവമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് അവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ക്ലാസ് തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ആ രീതിയിലാണ് നമ്മുടെ ഈ വേദിയിൽ ഇപ്പോൾ ഒരു മോട്ടിവേഷൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇവർക്ക് വളരെ ഉപകാരപ്രദമായ ഒന്ന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വേദിയിൽ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ആളുകളെയുമാണ്. നമ്മുടെ നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. അവർ അല്പസമയം കഴിഞ്ഞാൽ എത്തിച്ചേരും. അതിനുശേഷം സമ്മേളന നടപടികൾ ഔപചാരികമായി ആരംഭിക്കും. ഇപ്പോൾ അനൗപചാരികമായുള്ള സംസാരങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ലൈവായിട്ട് സുപ്രഭാതം ഓൺലൈനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.